ആ എടാ നീ പെട്ടെന്ന് വരണേ. ഹലോ, ഞാൻ ലിങ്കൻ. ഒരു മിനിറ്റ്. അതെ, മൊഴി കൊടുക്കുമ്പോൾ കുട്ടിക്ക് അപകടമില്ലാത്ത രീതിയിൽ കൊടുത്താൽ മതി. ടെൻഷൻ ഉണ്ട്, ഞങ്ങളെല്ലാം കൂടുണ്ട്. ബുക്ക് വേണമെന്ന് പറഞ്ഞാൽ അയാൾ തന്നെ വീടിനകത്ത് വിളിച്ചു വരുത്തി അപമര്യാദയായിട്ട് പെരുമാറി. കുട്ടിയുടെ നിലവിളി കേട്ടാണ് ഞങ്ങൾ ഓടി വന്നത്. ഇനി പോലീസുകാർ ചോദിച്ചാൽ ശ്രദ്ധിച്ചു, ഈ ചേട്ടന്മാർ വന്നില്ലായിരുന്നെങ്കിൽ എന്ന് ഇമോഷണലായിട്ട് പറഞ്ഞാൽ മതി. SP നമ്മളെ അടുത്ത ആളാണ്. ഈ പ്രശ്നം വിളിച്ച് സോൾവ് ചെയ്ത് നല്ലൊരു എമൗണ്ട് നഷ്ടപരിഹാരം വാങ്ങിത്തരാനാണ് അസോസിയേഷൻ മെമ്പേഴ്സായി ഞങ്ങളുടെ തീരുമാനം. എല്ലാവരും കുട്ടിയുടെ കൂടെയാണ്, അതും സാക്ഷികളായിട്ട്. പിന്നെ ഒരു ടെൻഷനൊക്കെ മാറിയോ? അശ്വത് എന്തിനാ ഈ ഇന്ദിരാനഗർ കോളനിയിൽ പോയത്? സെയിൽസിനാണ് സർ. എന്തിന്റെ സെയിൽസാ? ബുക്സിന്റെ. ആ, ഈ ബുക്സുമായി പോയ താനെങ്ങനാ ആ വീടിന്റെ ഉള്ളിലായത്? സാറേ, ഇന്നലെ രാത്രി ഞാൻ ഒരു ഷവർമ കഴിച്ചതാ. ഇന്ന് രാവിലെ ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് നല്ല വയറുവേദനയാണ്. ഫുഡ് പോയ്സൺ ആയെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയാ സാറേ ഞാൻ പല വീടിൻ്റെയും മുന്നിൽ ചെന്നേ. പക്ഷെ ആരും ഗേറ്റ് കടത്തിയില്ല. അവസാനം എന്തേ ആ ഇരിക്കുന്ന സാറാ സമ്മതിച്ചേ. ഞാൻ പുള്ളിയുടെ വീട്ടിൽ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ പുറത്ത് നല്ല ഒച്ചയമ്പകളും ഉണ്ടായിരുന്നു. അങ്ങനെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇയാൾ മൊബൈലും പിടിച്ച് എൻ്റെ മുന്നിൽ നിൽക്കും. പിന്നെ അതെ ഈ സാറ് ആ ഇരിക്കുന്ന സാറിനെ വീണ്ടും അതിട്ട് നല്ലോണം തല്ലി. ഞാൻ കണ്ടതാ സാറേ. ഞാൻ ചെല്ലുമ്പോൾ ഈ കുട്ടി പെട്രോൾ പമ്പിലെ ടോയ്ലറ്റിലോട്ട് കയറുമായിരുന്നു. നീക്കെന്താ മോറൽ പോലീസും കളിക്കാണ്? അല്ല സാറേ, എന്തല്ലെന്ന് സാറേ, അവനെ വിട്ടേക്ക്. തല്ലിയത് ഞാനാ. അത് ഈ കേസിനൊന്നുമല്ല. അവനെൻ്റെ ഭാര്യയോട് വളരെ മോശമായിട്ട് പെരുമാറിയതുകൊണ്ട്. ആ, തന്റെ ഭാര്യയോട് മോശമായിട്ട് പെരുമാറിയാ താ കയറി ഉണ്ടാക്കും. പിന്നെ ഞങ്ങളൊക്കെ എന്തിനാണോ ഇവിടെ? എടോ, അവർക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് അവർ ഇവിടെ വന്ന് പറയണം. മനസ്സിലായോ? പരാതി പറഞ്ഞിട്ടുണ്ട്. SP സാർ വിളിച്ചില്ലേ? അതുകൊണ്ട് എന്ത് വാങ്ങണോ? അതൊന്നും വേണ്ട കേട്ടോ. സാറേ, ഭാര്യ വരും സാർ. ഭാര്യ വന്നിട്ട് പരാതി എന്നാ പറയേ. വിളിപ്പിക്കാം സാറേ. എത്തട്ടാ, വിളിപ്പിക്കാം സാറേ. സാറേ എന്നാ ആ, അങ്ങോട്ടിരിക്കേ. ആ, ഇല്ല, ഇവൻ്റെ ഒരു കേസ്. എന്താ ഏത്തട്ടാ? ധന്യെ വിളിച്ചൊരു പരാതി കൊടുക്കാൻ പറഞ്ഞു. വിളിച്ചാ എന്നിട്ട്? ഇപ്പം എത്തുമെന്ന് പറഞ്ഞു. എന്താണ് സംഭവം? എന്ത് സംഭവം ഇത്തരം നേരിട്ട് കണ്ട? എന്ത് സംഭവം? ധന്യച്ചൊരു മോശമായിട്ട് പെരുമാറിയ സംഭവം. വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്, തുറന്നു നോക്ക്. അതെ, ഹെഡ്സെറ്റ് വെച്ച് ക്ലിപ്പാണ്. കേട്ടോക്ക്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്നോടൊന്നും പറയണ്ടാ. എന്താ തന്റെ പേര്? ജോയ്. എന്താ പണി? ഇറച്ചി കേട്ടോ സാറേ. ഈ പട്ടാളക്കാരനെ നടുറോഡിൽ വെച്ച് തല്ലിയെന്നൊരു പരാതി ഉണ്ടല്ലോ. സാറേ, രാവിലെ ഞാൻ പണിക്ക് പോകാൻ നേരത്തെ ഇയാൾ എന്നെ റോട്ടിൽ തടഞ്ഞു നിർത്തി രാജ്യദ്രോഹിന്ന് വിളിച്ച് നാട് കടത്തുമെന്ന് ഭീഷണിപ്പെടുത്തി സാറേ. അടി കൊടുത്തുകൊണ്ട് പണിക്ക് പോകാൻ പറ്റി. എന്തിനാ തടഞ്ഞു നിർത്തിയേ? സാറേ, ഇയാൾ എനിക്ക് മൊബൈലിൽ ഒരു മെസ്സേജ് അയച്ചു. അതിന് ഞാൻ മറുപടി ഒന്നും അയച്ചില്ല. അതിനാ സാറേ. അതെന്തായിരുന്നു മെസ്സേജ്? സാറേ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. സാറ് പറഞ്ഞാൽ അതിന് മറുപടി അറിയിക്കുന്നുണ്ടോന്ന്? സാറേ, ഇയാൾക്ക് കോട്ടയം പെൻഷനും ഒക്കെ ഉണ്ട്. അത് പഠിച്ച് വാട്സാപ്പ് നോക്കി വീട്ടിൽ ഇരുന്നാൽ മതി. പണിക്ക് പോകാതെ സ്വാതന്ത്ര്യം ആഘോഷിക്കാനുള്ള പാങ്ങൊന്നും എനിക്കില്ല സാറേ. പിള്ളേർ പട്ടിണിയാവും. സാറേ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് ടൈപ്പ് ചെയ്യാൻ നേരയില്ലേ ഒരു സ്റ്റിക്കർ അയക്കാൻ മേലെ, ഫ്ലാഗിന്റെ സ്റ്റിക്കർ. ആ, ഇതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾ രണ്ടുപേരും പുറത്ത് പോയിട്ട് ഞാൻ വിളിപ്പിക്കാം. ഇന്ന് എന്തൊരു ദിവസമാണോ? എത്ര നേരമായി? എടോ, വണ്ടി വഴിയിലായി, അതാ ലേറ്റായി. ആണോ? നീ വല്ലതും കഴിച്ചോ? ഇല്ല, ഫോൺ തന്നു. അത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. വന്നേ. SI ആണെങ്കിൽ ഞങ്ങളിവിടെ നിർത്തി അപമാനിക്കാം. ആ CI ആണെങ്കിൽ സ്റ്റേഷനിലും വന്നിട്ടില്ല.
ധന്യ നടന്ന പ്രശ്നമൊക്കെ അറിഞ്ഞായിരുന്നല്ലോ അല്ലേ? ആ ഉണ്ണി ഐത്തേട്ടനെതിരെ ഒരു പരാതിയായിട്ട് വന്നിട്ടുണ്ട്. സംഭവം സീരിയസ് ആണ്. ഐത്തേട്ടൻ SP ആയിട്ട് സംസാരിച്ചു. അപ്പോൾ സ്റ്റേഷനിൽ വെച്ച് ഒത്തുതീർപ്പാക്കാനാണ് ധാരണ. അതിന് പോലീസുകാർക്ക് ധന്യയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണം. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റോ? എന്ത് സ്റ്റേറ്റ്മെൻറ്റ്? ഐത്തേട്ടനാളെ വീട്ടിൽ കയറി തല്ലി എന്തിനാന്ന് അറിഞ്ഞായിരുന്നോ? കാര്യം അറിയില്ല. ഗ്രൂപ്പിലൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ എന്നാ വീഡിയോ കണ്ടതല്ല കാര്യം. ചുമ്മാ ഒരു വൃത്തിയിടാക്കല്ലേ. ചേച്ചിക്ക് ക്ലിപ്പ് അയച്ചു കൊടുക്കുക. ദേ പേടിക്കണ്ട, ചേച്ചിയുടെ തന്നെ ക്ലിപ്പാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ക്ലിപ്പ് ആയി തന്നെ കയ്യിലെത്തി. സംഭവം കയ്യിൽ നിന്ന് പോയി. മാഡം ചെല്ലു. ആ വിളിപ്പിച്ച് ചേട്ടനും ചെന്ന് നോക്കിയേ. ഇരിക്കെ. ആ ഇരിക്കുന്ന ആളെ അറിയോ? നെയ്ബറാണ്. നിങ്ങൾ ഈ അയൽവാസികൾ എന്ന നിലയ്ക്കുള്ള ബന്ധം എങ്ങനെയാണ്? ഒരു സാധാരണ അയൽവാസിയായിട്ടുള്ള ബന്ധം തന്നെ. മാഡം, അയാളെക്കുറിച്ചൊരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോടുള്ള അയാളുടെ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവോ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മേഡം, അതായത് ആ ഇരിക്കുന്ന നിങ്ങളുടെ അയൽവാസി നിങ്ങളോട് മോശമായി പെരുമാറിയത് കൊണ്ടാണ് നിങ്ങളുടെ ഭർത്താവ് അയാളെ വീട്ടിൽ കയറി തല്ലിയത് എന്നാണ് പറയുന്നത്. ഈ കാര്യത്തിൽ മേഡത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? സാറേ അത് അവൾക്കറിയില്ല. ഇവരോട് മോശമായിട്ട് പെരുമാറിയത് ഇവർക്കറിയില്ലേ? അത് കൊള്ളാലോ. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. നീ ഒന്ന്. താൻ SP യോട് സംസാരിച്ചതല്ലേ? ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. അങ്ങോട്ട് മാറിക്ക്. മേഡം, നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണോ നിങ്ങളുടെ അയൽവാസിയെ നിങ്ങളുടെ ഭർത്താവ് അയാളുടെ വീട്ടിൽ കയറി തല്ലിയത്? ആണെങ്കിൽ അതിൻ്റെ കാര്യം എന്താ? സാറേ, സാറിൻ്റെ ഭാര്യയോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയ ഭാര്യയുടെ പെർമിഷൻ എടുത്തിട്ടാണ് സാർ പോയി ചോദിക്കുന്നത്. ഇയാൾ എങ്ങോട്ടോ ചൊറിഞ്ഞോണ്ട് വരുന്നത്? മര്യാദയ്ക്ക് ഇന്നില്ല പഠിച്ചാൽ അകത്തിട്ട് പറഞ്ഞേക്കാം സാറേ. അല്ല പിന്നെ അങ്ങോട്ടോ നിൽക്കേ. ഇരിക്കേ. മേഡത്തിന് എന്തെങ്കിലും പരാതി ഉണ്ടോ? ഇനി പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു വെള്ള പേപ്പർ എങ്ങനെ എഴുതി തന്നാൽ മതി. ഇല്ലെങ്കിൽ അയൽക്കാരൻ്റെ പരാതിയിൽ ഹസ്ബൻഡ് റിമാൻഡിലാവും. ജാമ്യം പോലും കിട്ടുകയില്ല. സാറേ പരാതി ഉണ്ട് സാറേ. സാറേ സാർ ഇതൊന്ന് കേട്ടിട്ട് എങ്ങനെ പരാതി എഴുതണമെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇതാ ശരിക്കും നടന്ന സംഭവം.